ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2027 LGS LDC ലക്ഷ്യം വെച്ചാണ് നമ്മളിപ്പോഴേ പഠനം ആരംഭിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന 10ാം തരം പ്രാഥമിക പരീക്ഷ, കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് പരീക്ഷ തുടങ്ങി 10th ലെവലിലുള്ള എല്ലാ പരീക്ഷകളും അതിൻ്റെ ചോദ്യപേപ്പറും ഒക്കെ അറ്റൻഡ് ചെയ്ത് 1.5 വർഷം മുന്നോട്ട് പോയി LGSന് നമ്മൾ ജോലി നേടിയെടുക്കണം. ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കണം. ആ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പരീക്ഷയെയും നമ്മൾ വളരെ ഗൗരവത്തോടെ സമീപിക്കണം. ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് 22-ന് 2ാം ഘട്ടക്കാരുടെ മാറ്റിവെച്ച 10ാം തരം പ്രാഥമിക പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുന്നവരും കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്നവരും ഒക്കെ ഈ മാതൃകാ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. കാരണം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 100 മാർക്കിന്റെ ചോദ്യത്തിൽ ഏകദേശം ഒരു 30 മാർക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഒരു 40 അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നന്നായി വർഷങ്ങളായി പഠിക്കുന്നവർക്കുള്ളതായിരിക്കും. അവസാനത്തെ 30 ചോദ്യങ്ങളായിരിക്കും റാങ്ക് നിർണ്ണയിക്കുക. അവ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കും. പല സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതിന് മാക്സിമം ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പരിശീലിക്കുക. ഇന്നത്തെ മാതൃകാ പരീക്ഷ ഈ ആഴ്ചയിലെ തൊഴിൽ വീതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ് നമ്മുടെ ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പിൽ സെപ്റ്റംബർ 7-ന് ആരംഭിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ 7736968625 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് കണ്ടിന്യൂ ചെയ്ത് 2027 LGS LDC വരെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഗ്രൂപ്പാണ്. ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 100 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണം. അപ്പോൾ ആദ്യ ചോദ്യം, കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ്. വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ അല്പം വ്യത്യസ്തമാണ്. സ്ഥിരമായ ചോദ്യപേപ്പറിലൊന്നും കാണുന്നതല്ല. ചോദ്യം 1, കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ്. ഉത്തരം ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. തന്നിരിക്കുന്നതിൽ EV രാമസ്വാമി നായ്ക്കർ. നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം. ഓപ്ഷൻ സി, സ്വാഭിമാന പ്രസ്ഥാനം. കാരണം ബാക്കിയൊക്കെ നമുക്കറിയാം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, പിന്നെ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ജ്യോതിറാവ് ഫൂലെ, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അറിയാത്തൊരു ഓപ്ഷൻ സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. അതും വ്യത്യസ്തമായ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഓരോ സമരങ്ങളും അതിൻ്റെ കാരണവുമാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. രണ്ട് മാത്രമാണ് ശരി. കാരണം ചമ്പാരൻ സമരമാണ് നീലം കർഷകരുടെ സമരം, ഖേദാ സമരം നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, അഹമ്മദാബാദ് തുണിമില്ല് സമരം. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. ചോദ്യം 4 വീണ്ടും സ്വല്പം വ്യത്യസ്തതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മഹാനായ കാവൽക്കാരൻ എന്നു ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി, രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 5 1971 ഇന്ത്യ പാക് യുദ്ധത്തിനെ തുടർന്ന് നടന്ന സമാധാന കരാർ. അത് അത്യാവശ്യം നമുക്ക് പരിചിതമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, സിംല കരാർ. 1948 രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത. മിസ്റ്റേക്കിന്റെ ഉത്തരം ഇതിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഉത്തരം SK ധർ ആണ്.
ഭാഷ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സിൽ പുനഃസംഘടനാ കമ്മീഷൻ വരും. അപ്പോൾ ഫസൽ അലിയൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ S.K. ധർ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡിക്രമം. ഇതാണ് ശരി. റൂർക്കേല ജർമ്മനിയാണ്, പക്ഷെ ഛത്തീസ്ഗഡ് അല്ല. മിസ്റ്റേക്കുകൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ചോദ്യം 8. 1944 ഗാന്ധിയൻ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിയൻ പ്ലാൻ. ഉത്തരം ഓപ്ഷൻ ബി S.N. അഗർവാൾ. വിക്രം സാരാഭായി സ്പേസ് സെന്റർ വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. VSSC തിരുവനന്തപുരം. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ വിപ്ലവം. പാല് കേൾക്കുമ്പോൾ നമുക്കറിയാം ധവള വിപ്ലവം, കൃഷി ഹരിത വിപ്ലവം, മത്സ്യസമ്പത്ത് നീല വിപ്ലവം, മുട്ട സിൽവർ റവല്യൂഷൻ രജത വിപ്ലവം. ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ടാകാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 15. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന തീയതി നവംബർ 26. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയുടെ വർഷം. ഇതൊക്കെ സ്ഥിര ചോദ്യമാണ്. 1976. സാരേ ജഹാസെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻ പോലും വേണ്ട. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ കർത്തവ്യം നിറവേറ്റാൻ ആവശ്യപ്പെട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഉത്തരം സിമ്പിളാണ്. ഉത്തരം ഇപ്പോൾ എല്ലാവരും എഴുതി കാണും. മാൻഡാമസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് കെറ്റു, കാറക്കോറം. കൈബൂൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകം. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊഴുകിയെത്തുന്ന നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഒഴുക്ക് കുറഞ്ഞ് അവ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കുകയും അങ്ങനെ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേര്. എക്കൽ വിശറികൾ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെൻഗംഗ പഠിച്ചു, ഇപ്പോൾ പാതാളഗംഗ. കൃഷ്ണ നദി. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആകുന്ന വന്യജീവി സങ്കേതം ആറളം. ഒരുപാട് ചോദ്യപേപ്പറിൽ ഇപ്പൊ കണ്ടു. മലബാറിലെ ആദ്യത്തെ താപനിലയം നല്ലളം. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഏലൂർ മേഖല. എള്ളു കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഓണാട്ടുകര. കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കുറഞ്ഞ ജില്ല യാതൊരു സംശയവുമില്ല, ആലപ്പുഴ ജില്ല.
പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ആര്യങ്കാവ് ചുരം. തൃപ്പടിദാന സമയത്ത് തിരുവിതാംകൂറിന്റെ വടക്കേ അതിരായി പരാമർശിക്കുന്ന കണവാർ ഇപ്പോഴത്തെ ഏത് നദിയാണ്? മീനച്ചിലാർ. അതൊരു നല്ല ചോദ്യമാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ ജില്ല. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമമാണ് തെറ്റ്. അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. ഏറ്റവും ചെറുത് മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം കാസർഗോഡ് ജില്ലയിലുള്ള സംസ്ഥാനമാണ്. എനിക്കുത്തരം അറിയില്ല. നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സമയത്ത് മദ്രാസ് സ്റ്റേറ്റിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ താലൂക്ക്. താലൂക്കുകൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻ സി ആണ് ചെങ്കോട്ട. കേരളത്തിൽ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് 1932 നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? CV രാമൻപിള്ള. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1925 കേരള സന്ദർശനം നടത്തിയത്? വൈക്കം സത്യാഗ്രഹം. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിതകഥ. AK ഗോപാലൻ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗകാരി? നെഗ്ലേറിയ ഫൗലേറി. പെനിസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏതു രോഗത്തിന്റെ ദീർഘകാല ചികിത്സാരീതിയാണ് ഡോട്ട്സ്? ക്ഷയരോഗം. ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് -196°C താപനിലയിൽ കോശങ്ങളോ അവയവങ്ങളോ സംരക്ഷിക്കുന്ന രീതി? ക്രയോ പ്രിസർവേഷൻ. ക്രയോ എന്നോ പറഞ്ഞാൽ വളരെ താഴ്ന്ന ഊഷ്മാവ് എന്നാണ് അർത്ഥം. ലോക പരിസ്ഥിതി ദിനം അതെല്ലാവർക്കും അറിയാം, ജൂൺ 5. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. അതിന്റെ ചികിത്സയിൽ ജനിതകമാറ്റം വരുത്തിയ ഏത് തരം കോശങ്ങൾ ഉപയോഗിക്കുന്നു? വിത്തുകോശങ്ങൾ. പെപ്സിൻ. പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം? പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതാണ് പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയം. പ്ലാസ്മയിലെ പ്രധാന പ്രോട്ടീനുകളിൽ ഉൾപ്പെടാത്തത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമുക്കറിയാം RBCയിലെ പ്രധാന ഘടകമാണ്. ഹൃദയഭിത്തിയിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്ന സംവിധാനം? ഹൃദയഭിത്തിയിലാണ് ഹൃദയം കാർഡിയോ ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം എന്ത് സംഭവിക്കുന്നു? വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കാൽസ്യത്തിന്റെ ആഗിരണം തടസ്സപ്പെടും. എല്ലിനും പല്ലിനും ഒക്കെ ബലക്ഷയം വരും. അസ്ഥികളെ പൊതിഞ്ഞ് കാണുന്ന ആവരണം? പെരിഓസ്റ്റിയം. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് സുവോളജിക്കൽ പാർക്ക്. സെറികൾച്ചർ എന്നാൽ എന്ത്? സെറികൾച്ചർ എന്നാൽ എന്ത്?
പട്ടുനൂൽപ്പുഴു വളർത്തൽ. സ്കർവി ഉണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ സി. ശരീരഭാരത്തിന്റെ ഏകദേശം എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? 60%. ദ്രവ്യത്തിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് കണ്ടെത്തിയതാര്? ലൂയിസ് ഡി ബ്രോളി. മൂന്നാമത്തെ ഷെല്ലിൽ കാണാൻ ഇടയില്ലാത്ത സബ് ഷെല്ല്? സ്വാഭാവികമായിട്ടും എഫ്. കാരണം 1 എസ് മാത്രം, 2 എസും ബിയും, 3 എസും ബിയും ഡിയും മാത്രം. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ ആൽഫ കണങ്ങൾ പതിക്കുന്നത് ഏത് ലോഹത്തിന്റെ നേർത്ത തകിടിലാണ്? ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സ്വർണം. ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം ഫോയിൽ എന്തോ നമുക്കറിയാം. അതുപോലെ ആ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഫോയിലാണ് ഗോൾഡ് ഫോയിൽ. ആധുനിക പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ എത്ര ഗ്രൂപ്പിലായി വിന്യസിക്കുന്നു? 18 ഗ്രൂപ്പ്, 7 പീരീഡ്. തന്നിരിക്കുന്നവയിൽ നിരോക്സികാരിയായി ഉപയോഗിക്കുന്ന വാതകം? ഹൈഡ്രജൻ. അപവർത്തന കോൺ എത്ര ഡിഗ്രി ആകുമ്പോഴാണ് പതന കോണിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്? അപവർത്തന കോൺ 90 ഡിഗ്രി ആവണം. ചുവടെ പറയുന്നതിൽ പാരാമിക്സോ വൈറസ് രോഗകാരിയായ രോഗം? മുണ്ടിനീര്. ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? നിക്രോം. നിക്രോമിൽ നിക്കൽ, അയൺ, ക്രോമിയം. പ്രകാശവർഷം എന്നാൽ എന്ത്? 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. മർദ്ദത്തിന്റെ SI യൂണിറ്റ്? മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ. ക്ഷേത്രമേളകളുടെ രാജാവ്? പഞ്ചാരി മേളം. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്? കേരള പുഷ്കിൻ. കലാസാഹിത്യം അവിടെയാണ്. ONV കുറുപ്പ്. ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളി? PT ഉമ്മർകോയ. ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവൽ ശാരദ പൂർത്തിയാക്കി തന്നിരിക്കുന്നത് ആര്? C. അന്തപ്പായി. JCB പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി? ബെന്യാമിൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായത് കണ്ടെത്തുക. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി എന്ന നേട്ടം നാസ ശാസ്ത്രജ്ഞനായ അനിൽകുമാർ കുറിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അദ്ദേഹം ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തു. 8 മാസത്തോളം ബഹിരാകാശത്ത് അദ്ദേഹം ചിലവിടും. എല്ലാം ശരിയാണ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി? ബിശ്വനാഥ് സിൻഹ. ലോകത്തിലെ സാമ്പത്തിക ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം? 70. 2026 ജൂലൈയിൽ സ്വാതന്ത്ര്യലബ്ധിയുടെ 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം? അമേരിക്ക. ഇന്ത്യയുടെ എത്രാമത് റെയിൽവേ സോണാണ് വിശാഖപട്ടണം കേന്ദ്രമായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ? 18. ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ്? പാത്ത് ഫൈൻഡർ. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് ആരുടെ പുസ്തകമാണ്? നർഗീസ് മുഹമ്മദി. അപൂർവ രോഗം ബാധിച്ചവർക്ക് പരിചരണം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി? കെയർ.
പൊതു ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതി. പെരിഞ്ഞനം. ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ RN രവി. 2025 സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം നേടിയതാര്? ലാസ്ലോ കാസ്നറോക്കായി. സാധാരണ ഞാൻ പറയാറുണ്ട്, നൊബേൽ ഒഴിവാക്കുന്നത് നല്ലതാണ്, കാരണം പലപ്പോഴും ഓർത്തിരിക്കത്തില്ല, അപ്പം മറ്റുള്ള ചോദ്യങ്ങളുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകും. 2026 കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. 2025 വനിതാ കബഡി ലോകകപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യ. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ഏതു രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന ദുരിതാശ്വാസം നടത്തിയത്? സാഗർ വന്നു സമുദ്രവുമായിട്ട് കണക്ഷൻ ശ്രീലങ്ക. UN-ന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ലോകത്തിൽ ജക്കാർത്ത. അപ്പോൾ 80 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കണക്കിന്റെ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ വിശദീകരണം, അതായത് ചോദ്യങ്ങൾ 100 എണ്ണവും ഈ 100 എണ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ, ആദ്യ ചോദ്യം എങ്ങനെ ചെയ്യണം തുടങ്ങിയ എക്സ്പ്ലനേഷനും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ PDF അവൈലബിൾ ആണ്. 80 എണ്ണത്തിൽ നിങ്ങളൊരു നല്ല ചോദ്യങ്ങളായിരുന്നു, അത്യാവശ്യം അറിയാവുന്ന ചോദ്യങ്ങൾ 65 എണ്ണമെങ്കിലും ശരിയാക്കി കാണും എന്നെനിക്ക് വിശ്വാസമുണ്ട്. എനിവേ 50-ന് മുകളിൽ ശരിയാക്കാൻ സാധിച്ചുവെങ്കിൽ ധൈര്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. 2027 LGS നമ്മൾ നേടിയിരിക്കും. ഫ്രീ ക്ലാസ് ആവശ്യമുള്ളവർ 7736968625 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.